ഇപ്പോൾ വളരെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു AI ടൂളാണ് ChatGPT. ഗൂഗിൾ ഇപ്പം അതിന് കോമ്പറ്റീഷനായിട്ട് അവരുടെ ഒരു AI ടൂൾ റിലീസ് ചെയ്തിട്ടുണ്ട്, ബാർഡ്. ഇപ്പം ബാർഡ് എന്നുള്ള ആ ഒരു AI ടൂൾ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ബാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ബാർഡ് എന്നുള്ള ആ ഒരു AI ടൂൾ നിങ്ങളുടെ ഫോണിൽ തന്നെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ChatGPT എങ്ങനെ ഫോണിൽ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാർഡ് എന്നുള്ള AI ടൂൾ നമ്മുടെ ഫോണിൽ തന്നെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാണ്. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ബാർഡ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഗൂഗിൾ ബാർഡ് അത് സെർച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കാണാൻ പറ്റും, bard.google.com. ആ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ലഭിക്കുക. പിന്നെ ചില കേസുകളിൽ നമുക്കിതിൻ്റെ മുമ്പ് വേറൊരു പേജ് കാണാൻ പറ്റും, അതിൽ സ്റ്റാർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സൈൻ ഇൻ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിൽ ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു കാര്യം ചോദിക്കാത്തത്. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്താൽ ഈ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു യൂട്യൂബ് സ്ക്രിപ്റ്റ് എഴുതാൻ പറയുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ ബാർഡ് AI കുറിച്ചിട്ട് ഒരു യൂട്യൂബ് സ്ക്രിപ്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലോഡിങ് കാണാൻ പറ്റും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കുറച്ച് സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു ആൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ടെൽ മീ അബൌട്ട് ബ്ലാക്ക് ഹോൾ ലൈക്ക് ഐ ആം 5 years old. ബ്ലാക്ക് ഹോളിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 5 വയസ്സുകാരന് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്തതിനു ശേഷം ഇവിടെ ഈ ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളും ഈ ഒരു AI നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ChatGPTയിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൽ മലയാളം സപ്പോർട്ട് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ മലയാളം സപ്പോർട്ട് ഇല്ല, എന്നാലും അടുത്ത് തന്നെ മലയാളത്തിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഹെൽപ്പിൽ പോയിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇംഗ്ലീഷ്, ജപ്പാനീസ്, കൊറിയൻ എന്നീ ഭാഷകൾ മാത്രമാണ് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഭാവിയിൽ മലയാളം അടക്കമുള്ള ഭാഷകൾ ഇതിലോട്ട് വരുന്നതായിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യുക, അടുത്ത് തന്നെ മലയാളം ഭാഷയും ഇതിലോട്ട് എത്തുന്നതായിരിക്കും. പിന്നെ ഈ ഒരു റിസൾട്ടിൻ്റെ താഴെ നോക്കിയാൽ നമുക്ക് സോഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ റിസൾട്ടിൻ്റെ താഴെ 3 ഡോട്ട്സ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കോപ്പി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു റിസൾട്ട് കോപ്പി ആവുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനൊരു ബട്ടൺ കാണാൻ പറ്റും, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൽ നമുക്ക് 2 ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്സിലോട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. എക്സ്പോർട്ട് ടു ഡോക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഡോക്സിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അതല്ല ജിമെയിൽ ഡ്രാഫ്റ്റ് ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അതിനുള്ള ഓപ്ഷനും ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ 3 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ റീസെറ്റ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ കാര്യങ്ങൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കില്ല കാര്യങ്ങൾ വരിക. അപ്പോൾ കണ്ടിന്യൂഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗൂഗിളിൻ്റെ ബാർഡ് AI നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.